ഹായ് ഓൾ. ഈ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കരിഞ്ഞു പിടിച്ച കട്ടിക്കുറകളുണ്ടല്ലോ. ഇപ്പോൾ ഗ്യാസ് സ്റ്റൗവിൻ്റെയാണിത്. ഇത് പാലും തിളച്ച് തൂവിയതാണ്. പിന്നെ പാല് തിളച്ച് തൂവിയത് വീണിട്ടുണ്ട്. പിന്നെ കഞ്ഞിവെള്ളം, അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ തിളച്ച് തൂവി വീണു. അപ്പോൾ പെട്ടെന്ന് എടുത്ത് മാറ്റി വൃത്തിയാക്കിയിട്ട് വെക്കാൻ പറ്റിയില്ല. പിന്നെ അത് കുറേ കഴിഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത്. കാരണം നമുക്ക് ചൂടോടെ എടുത്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഹാർപ്പിക്ക് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്നാണ് നമുക്ക് ക്ലീനാക്കി കിട്ടുന്നത്. ഇതെല്ലാം കരിഞ്ഞ ഭാഗത്തേക്ക് ഹാർപ്പിക്ക് ഒഴിച്ചിട്ട് ഒരു സ്ക്രബ്ബർ വെച്ച് തുറന്ന് തേച്ച് പിടിപ്പിക്കണം. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട, ഒരു 5 മിനിറ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ശക്തിയായിട്ട് ഉരയ്ക്കൊന്നും വേണ്ട, കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചിട്ട് അതൊന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഈ ഗ്യാസിൻ്റെ ഈ ഭാഗത്തും വീണിടത്തെല്ലാം, അതായത് ആ ഒരു കരിഞ്ഞ പോലെ ഭാഗങ്ങളിലെല്ലാം ഹാർപ്പിക്ക് ഒഴിച്ചിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക വയ്ക്കുക. ഒരു 5 മിനിറ്റ് വേണ്ട. അതിൽ പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒരു തുള്ളി ഇങ്ങനെ തളിച്ച് കൊടുത്താൽ കുതിരുകയും കൂടെ ചെയ്യും. ഇതും കൂടെ ഒന്ന് മിക്സായി ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊന്ന് ഇതുപോലെ ഈ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചാൽ മതി. ശക്തിയൊന്നും എടുക്കണ്ട, വലിയ ശക്തിയിലൊന്നും ചെയ്യേണ്ട. അത് ഉരച്ചെടുക്കുകയാണെങ്കിൽ അത് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും. വേറെ ഒരു ഇതും അതിൻ്റെ ഇടയ്ക്ക് ഉപയോഗിക്കരുത്. എന്നുവെച്ചാൽ ചിലർ വിനാഗിരിയൊക്കെ ഒഴിക്കും, പക്ഷേ അത് ഇതിൻ്റെ കൂടെ ഒന്നിച്ച് നമ്മൾ ചെയ്തുകൂടാ. അപ്പോൾ റിയാക്ഷൻ നടക്കും. നമുക്ക് കൈക്ക് തന്നെ പൊള്ളൽ, എന്തെങ്കിലുമൊക്കെ കൈക്ക് തന്നെ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അലർജി എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് ഇത് ചെയ്യുക. പിന്നെ ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് ഉരച്ച് നോക്കുക. എവിടെയെങ്കിലും കറ പോകാനുണ്ടെങ്കിൽ പിന്നെയും കൂടെ ഒന്ന് ഉരച്ച് നോക്കുക. അപ്പോൾ പിന്നെ നല്ലപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇത് പോയിക്കോളും. ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നന്നായിട്ട് കഴുകിയെടുക്കുക. അന്നേരം നല്ലപോലെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും. ആ കരിഞ്ഞ ആ പാടെല്ലാം പോവും. സംഗതി എളുപ്പമാണ്. ഹാർപ്പിക്ക് മാത്രം മതി ഇതിന്, വേറെയുള്ള ഇതൊന്നും വേണ്ട. എളുപ്പമാണ് ഇത്. വലിയ ചിലവില്ല. പിന്നെ ആ ഗ്യാസ് അടുപ്പിൻ്റെ അവിടെ എല്ലാം പിന്നീട് അവിടെയൊന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ്ബർ വെച്ച് ഉരച്ചിട്ട് പിന്നെ നമുക്ക് നല്ല തുണി വെച്ച് തുടച്ചെടുത്ത് നല്ല ക്ലീനായി കിട്ടും. പിന്നെ ഞാൻ ചിലപ്പോൾ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി നമ്മുടെ ഹാൻഡ് വാഷ് ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചിട്ട് പിന്നെ അവിടെ തുടച്ചെടുക്കുമ്പോൾ നല്ല സ്മെല്ലും ആയിരിക്കും. ഗ്യാസിൻ്റെ അടിയിലും വീണിട്ടുണ്ട്. അതും ഇനി ഇതുപയോഗിച്ച് ഞാൻ ഉരച്ചെടുക്കും. അപ്പോൾ പെട്ടെന്നാണിത് സംഭവം. ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ അത്രയും ഭാഗത്ത് ഇത് നല്ല ക്ലീനാക്കി കിട്ടും. കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാൻ? ഒരുപാട് പണിപ്പെടണ്ട, എന്നാൽ എളുപ്പമാണ് താനും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.